ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാനു സ്റ്റോക്സ്. ഇന്ന് സംസാരിക്കാൻ വന്നേക്കുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ്. ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് നടന്നൊരു ഇൻസിഡന്റ് ആണ്. എത്രത്തോളം ആൾക്കാരിലേക്ക് ഈ സാധനം എത്തി എന്ന് എനിക്കറിയത്തില്ല. എത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊന്നുമല്ല, ഈ ഇടയ്ക്കൊരു പുള്ളി സൂയിസൈഡ് ചെയ്തായിരുന്നു. പേര് അനന്തു അജി എന്നാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. പുള്ളിക്കാരൻ സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് തന്റെ ആത്മഹത്യാ കുറിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് സംസാരിക്കാനായിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഈ സംഭവം ഞാൻ കുറച്ച് ദിവസം മുമ്പ് എനിക്ക് 3-4 അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ എൻ്റെ ഒരു റൈറ്റിംഗ് പേജ് ഉണ്ട്. അപ്പോൾ ആ പേജിൽ എൻ്റെ ഒരു ഫോളോവർ ഇങ്ങനെ സ്റ്റോറി ഇട്ടേക്കുന്ന കണ്ടു. ബട്ട് ആ ഒരു പോസ്റ്റ് ഞാൻ തുടക്കം വായിച്ചു നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. സ്റ്റോറി ഇട്ടേക്കുന്ന എന്തിനാണ് ഞാൻ ഫുള്ളായിട്ട് വായിച്ചു നോക്കാൻ എനിക്ക് എത്ര ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല. അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്ത് വിട്ട സമയത്ത് ഇന്നലെ എൻ്റെ ഫ്രണ്ട് ബ്രദർ മമ്മു, പുള്ളിക്കാരൻ എന്നെ വിളിച്ച് കളിയാൻ നിനക്ക് ഞാൻ ഒരു പോസ്റ്റ് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സാധനം നീ വായിച്ചു നോക്കിയിട്ട് നീ ഒരു വീഡിയോ ചെയ്യണം, കാരണം അവനത് കണ്ടിട്ട് ഒരുപാട് റിലേറ്റബിൾ ആയിട്ടുള്ള സാധനമാണ്, അതുകൊണ്ട് ഈ വീഡിയോ നീ ചെയ്യണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ നോക്കി എന്താണ് വായിച്ചെന്നുള്ള സാധനം ഞാൻ നോക്കിയപ്പോൾ ഞാൻ 2-3 ദിവസം മുമ്പ് കണ്ട ഒരു പോസ്റ്റാണത്. ആ സ്റ്റോറിയിൽ കണ്ട സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത് എന്താണ് സംഭവം എന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് വായിച്ചു നോക്കി. അപ്പോഴാണ് എനിക്ക് ഈ സാധനം മനസ്സിലാവുന്നത്. അതായത് ഒക്ടോബർ 4-ാം തീയതിയാണ് ആ പോസ്റ്റ് വെളി വന്നേക്കുന്നത്. അതായത് ഒക്ടോബർ 4-ാം തീയതി പോസ്റ്റ് വെളി വന്നല്ല, ഒക്ടോബർ 4-ാം തീയതിയോ സംതിങ് ആണ് ആ ഒരു നോട്ടായിട്ടാണ് പുള്ളി അത് ഇട്ടേക്കുന്നത്. ആ നോട്ട് ലാസ്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്തിട്ടേക്കുന്നത്, നോട്ട് സേവ് ചെയ്തിട്ടേക്കുന്ന നോട്ട്സ്, അതായത് പുള്ളി ആ സേവ് ചെയ്തിട്ടേക്കുന്ന നോട്ട്സിന്റെ എഴുതി ക്രിയേറ്റ് ചെയ്തേക്കുന്ന നോട്ട്സിന്റെ സ്ക്രീൻഷോട്ടുകളാണ് ആ വീഡിയോയിൽ ആ ഒരു പോസ്റ്റ് ആയിട്ട് പുള്ളി ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഏകദേശം ഒരു 15 പേജ് ഉണ്ട്. അത് വായിച്ചെടുക്കാൻ തന്നെ 10-15 മിനിറ്റ്സ് എടുക്കുമെന്നും പുള്ളി അതിൽ പറയുന്നുണ്ട്. ആക്ച്വലി ദാറ്റ് നോട്ട് വാസ് എ സൂയിസൈഡ് നോട്ട്. പുള്ളിക്കാരന്റെ അവസാനത്തെ ഒരു കുറെ മെസ്സേജും കാര്യങ്ങളും പുള്ളിക്കാരനെ പറയാനുള്ളതും പുള്ളിക്കാരന് സംഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് എഴുതിയേക്കുന്ന ഒരു 10-15ഓളം സ്ലൈഡ് വരുന്ന ഒരു സൂയിസൈഡ് നോട്ടാണത്. പുള്ളി പറയുന്നുണ്ട് അതിനകത്ത്, പുള്ളിക്കാരന്റെ പേര് അനന്തു അജി എന്നാണ്. പുള്ളി അതിനകത്ത് പറയുന്നുണ്ട്, ഈ ഒരു പോസ്റ്റ് വെളിയിൽ വരുന്ന സമയത്ത് ചിലപ്പോ എന്തായാലും ഞാൻ മരണപ്പെട്ടിട്ടുണ്ടാവും ഇത് വെളിയിൽ വരുന്ന സമയത്ത്. ചിലപ്പോ ഇതിന്റെ ഒരു വീഡിയോയും, ഇത് ഞാൻ തന്നെ സംസാരിക്കുന്ന ഒരു വീഡിയോയും കാര്യങ്ങളും മേ ബി വരാതിരിക്കാം. ഞാൻ മരണപ്പെടുന്നത്, അതായത് ഈ നിങ്ങൾ ഈ കാണുന്ന പോസ്റ്റ് വരെയുള്ള സാധനങ്ങൾ എന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നത് ഞാനാണ്. ഇത് കഴിഞ്ഞിട്ട് എന്റെ അക്കൗണ്ട് മറ്റെന്തെങ്കിലും പോസ്റ്റ് വരുന്നു എന്നുണ്ടെങ്കിൽ അത്